രാപ്പാടിയെ പോലെ മനോഹരമായി പാട്ടുപാടിയിരുന്ന ഒരാളുണ്ടായിരുന്നു. നല്ല ശബ്ദം, കൃത്യമായ അനുകരണം. അദ്ദേഹത്തിന്റെ പാട്ട് കണ്ണടച്ചിരുന്നു കേട്ടാൽ രാപ്പാടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദവും അതിലില്ലായിരുന്നു. ആ വിഷയത്തിൽ അയാൾ പ്രശസ്തനായി. ധാരാളം വേദികളിൽ രാപ്പാടിയോട് സമാനമായ ശബ്ദത്തിൽ അയാൾ ഗാനം ആലപിച്ചു. ധാരാളം സമ്മാനങ്ങളും ഉപഹാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. രാജാവിന്റെ മുമ്പിൽ തന്റെ നല്ലൊരു പ്രകടനം നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം. സാധാരണക്കാർക്ക് തന്നെ രാജകീയ സദസ്സിൽ ഗാനം ആലപിക്കുന്നതിന് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുന്ന സ്ഥിതിക്ക് തനിക്ക് രാജാവിൽ നിന്ന് അതിവിശിഷ്ടമായ സമ്മാനം കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരായി. രാജകീയ സദസ്സിൽ അതീവ ഗംഭീരമായി രാപ്പാടിയുടെ ശബ്ദത്തിൽ അദ്ദേഹം ഗാനം ആലപിച്ചു. പാട്ട് അവസാനിച്ചപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട കലാകാര, അനുകരണശേഷിയുള്ള താങ്കളുടെ അപാരമായ കഴിവിനെ ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു. പക്ഷേ അങ്ങയിൽ നിന്ന് രാപ്പാടിയുടെ ശബ്ദത്തിലുള്ള പാട്ട് കേൾക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. രാപ്പാടിയുടെ ശബ്ദത്തിൽ പാട്ടുപാടാൻ ഈ ഭൂമിയിൽ രാപ്പാടിയുണ്ട്. ഏത് ശബ്ദത്തിൽ പാട്ട് പാടാനാണോ നീ ഈ ഭൂമിയിൽ ജനിച്ചത്, ആ ശബ്ദത്തിലുള്ള പാട്ട് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിലുള്ള പാട്ടുമായി വരിക. അന്ന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകൂ. എന്നോട് ക്ഷമിക്കുക. ഗുണപാഠം: വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെ അനുകരിക്കുന്നവർക്ക് പാഠമാണിത്. കാരണം ചിലപ്പോൾ അനുകരണം അപകടമായിരിക്കും, അസ്ഥാനത്തായിരിക്കും. ഇതിൽ പറഞ്ഞ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാകാം, അല്ലായിരിക്കാം. പക്ഷേ കഥ ഉൾക്കൊണ്ട് തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുക. ദാറ്റ്സ് ഇറ്റ്.